ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിന് 3 ചെറിയ പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ തൊലി കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലോട്ട് ഇടാം. പിന്നീട് അതിലേക്ക് 2 പച്ചമുളക് നടുവേ കീറിയത്, കുറച്ച് കരിവേപ്പില, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്, 1.5 കപ്പ് വെള്ളം, സ്റ്റൗവിൽ വെച്ച് തിളയ്ക്കുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വയ്ക്കാം. പിന്നീട് നമുക്കതിന് അരപ്പ് റെഡിയാക്കാം. 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്കിട്ട് കാൽ ടീസ്പൂൺ ജീരകം, രണ്ട് ചെറിയ ഉള്ളി, രണ്ട് വെളുത്തുള്ളി, കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം. പേസ്റ്റ് പരുവത്തിൽ ആവണമെന്നില്ല. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി 2 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കി മുക്കാൽ കപ്പ് തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർക്കാവുന്നതാണ്. മധുരം കുറവാണെങ്കിൽ ഇപ്പോൾ ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് താളിച്ചെടുക്കാം. അതിന് ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകിട്ട് 4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് കഴിയുമ്പോൾ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. പിന്നീട് തുറന്നതിന് ശേഷം ഇളക്കി കൊടുത്ത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി.